ഹായ് മക്കളെ, അനുമോദ് സാറാണ്. ഇന്ന് നമ്മൾ നമ്മുടെ 20 ഡേയ്സ് ചാലഞ്ചിന്റെ ഫസ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 20 ദിവസം തുടർച്ചയായി ഓരോ ദിവസവും 5 ചോദ്യം വെച്ച് നമ്മൾ പോകുന്നു. ഈ 100 ചോദ്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സാമിലേക്ക് കടക്കുന്നു. എക്സാമിന് മാത്സ് എക്സാം നമ്മൾ അത്രയും മനോഹരമായിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്റർ 6, 7, 8, 9, 10 ഈ ചാപ്റ്ററുകൾ 6, 7, 8, 9, 10 എന്ന് പറയുന്ന 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഈ 5 ചാപ്റ്ററിൽ നിന്നും ഓരോ ദിവസവും ഓരോ ചോദ്യം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നുകൊണ്ട് പോകും. ഇത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ MS സൊല്യൂഷൻ ഉണ്ട്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേ വൺ ഇന്ന് നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഫസ്റ്റത്തെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ബേസ്ഡ് ഓൺ ട്രിഗ്നോമെട്രി, ത്രികോണമിതിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ആംഗിൾ ബി 40 ഡിഗ്രി ആൻഡ് AB 8 സെന്റിമീറ്റർ. AB എത്രയാണെന്ന് പറയുന്നുണ്ട്, 8 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. AB എന്താണെന്ന് പറയുന്നുണ്ട്, 8 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ BC 10 ആണ് എന്ന് പറയുന്നുണ്ട്. BC 10 ആണ്. A ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം A to BC? എയിൽ നിന്ന് BCയിലേക്കുള്ള ലംബ ദൂരം എന്താണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എയിൽ നിന്ന് BCയിലേക്കുള്ള ലംബ ദൂരം ഈ H ആണ് നമുക്ക് കാണേണ്ടത്. H ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് ഒരു സാധനം കൂടി തരുകടാ, എന്താണ് എന്ന് പറഞ്ഞാൽ sin 40ന്റെ വില. sin 40ന്റെ വില 0.64 കേട്ടോ. sin 40ന്റെ വില 0.64. അതേപോലെ cos 40ന്റെ വില 0.77. ഇത് നിങ്ങൾക്ക് തരും, പരീക്ഷയ്ക്കും തരും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക കേട്ടോ, എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് നോക്കിക്കോളെ, 40 ഡിഗ്രിയെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ H എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. H എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അതേപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. അത് എന്താണ്, ഹൈപ്പോട്ടനസ് ആണ്, കർണമാണ്. AB എന്ന് പറയുന്നത് കർണമാണ്, ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റും കർണവും, അതായത് ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും വരുന്നത് ഏതായിരുന്നടാ, സൈൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, സൈൻ എടുക്കണം. അപ്പോൾ സൈൻ 40 സമം H/8. A ക്വസ്റ്റ്യൻ. അപ്പോൾ H ആണ് നമുക്ക് കാണേണ്ടത്. H is equal to, അപ്പോൾ 8 ഇൻറ്റു എന്തായി, സൈൻ 40 എന്നായി. 8 ഇൻറ്റു സൈൻ 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.64. എത്ര കിട്ടും, 4 32, 6 48 51. അപ്പോൾ 5.12 സെൻറ്റിമീറ്റർ H കിട്ടി നമുക്ക്. H എന്ത് കിട്ടി, 5.12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്, ഏരിയ ആണ് കാണാൻ പറഞ്ഞത്. പരപ്പളവല്ലടാ കാണാൻ പറഞ്ഞത് അല്ലേ, പാട്ട് കാണാൻ പറഞ്ഞത്. പരപ്പളവ് എന്താണ് എന്നാണ് കാണാൻ പറഞ്ഞത്. പരപ്പളവ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു B ഇൻറ്റു H, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് 10 ആണ്, ഹൈറ്റ് 5.12. അപ്പോൾ 512 25.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടില്ലാലോ, ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടില്ലാലോ. എത്ര മാർക്കിന് ചോദിക്കാം, ചോദിക്കടാ ഇത് 3 മാർക്കിന് ചോദിക്കാം. എത്ര മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 3 വെർട്ടിസസ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് സമഭുജ ത്രികോണത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഇവിടെ ആകെ തന്നത് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 6 യൂണിറ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. OA എന്താണ് തന്നിട്ടുണ്ടാ, 6 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. OAB, Oയുടെയും എയുടെയും ബിയുടെയും കോർഡിനേറ്റ് കണ്ടെത്തണം, സൂചക സംഖ്യ കണ്ടെത്തണം. ശ്രദ്ധിക്കുക, O എന്ന് പറയുന്നത് നമ്മുടെ X ആക്സിസും Y ആക്സിസും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. അതിനെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഒറിജിൻ എന്നാണ് പറഞ്ഞത്. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരബിന്ദുവിടെ സൂചക സംഖ്യ 0, നിങ്ങൾക്കറിയാം. ഇനി ഓയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആയതുകൊണ്ട് ആ പോയിന്റ് 6.0 പറഞ്ഞിട്ടുണ്ട്. X ആക്സിസില് Y എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് B കാണണം. എങ്ങനെയാ നമ്മൾ ബി കാണാൻ ശരിക്കും നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സാധനം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി കാണുക. പക്ഷേ നിങ്ങൾക്ക് ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. എത്രയാണോ താഴെ തന്ന അളവ് അതിൻ്റെ പകുതിയായിരിക്കും X. അപ്പോൾ 3. എത്രയാണോ താഴെ തന്ന അളവ് അതിൻ്റെ പകുതിയായിരിക്കും X. Y കാണാൻ ആ പകുതിയോട് √3 ഗുണിച്ചാൽ മതി.
അപ്പോൾ 3 3 റൂട്ട് 3. അപ്പോൾ ഈ പോയിന്റ് വരികടാ 3 3 റൂട്ട് 3. എപ്പോഴും ആലോചിച്ചോളെ, താഴെ 6 ആയതുകൊണ്ട് 3 3 റൂട്ട് 3. താഴെ ഇപ്പം 4 ആണെങ്കിൽ 4 ആണെങ്കിൽ 4ന്റെ പകുതി 2 2 റൂട്ട് 3. ആ ഫോം കിട്ടും. അപ്പോൾ ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? ഇതും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ ടാൻജന്റ് ടു ഇറ്റ്. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിന് തൊടുവര വരയ്ക്കുക. ഡ്രോയിങ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ വൃത്തം വരയ്ക്കണം. നമ്മളൊരു വൃത്തം വരച്ചു. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് വരച്ചു? ആദ്യം നമ്മളൊരു വൃത്തം വരച്ചു. വൃത്തം വരച്ച് കഴിഞ്ഞിട്ട് തൊടുവരയല്ലേ? തൊടുവര എങ്ങനെയാ വരയ്ക്കുക എന്നാണ്? നോയിക്കോ. വൃത്തകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ വരയ്ക്കണം. 3 ആണെങ്കിൽ എത്ര വരയ്ക്കണം? 6. ഓക്കെ, 6 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. അതായത് റേഡിയസ് എത്രയാണോ ഇത് 3 ആണെങ്കിൽ ഇങ്ങോട്ടുകൂടി നമ്മൾ 3 വരച്ച് ടോട്ടൽ 6 വരയ്ക്കും. ഈ 6 വരച്ചതിന് നമ്മൾ എന്ത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലംബ സമവാചി വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയി. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതും എത്ര മാർക്കടാ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? അടുത്തത് 4ാമത്തെ ചോദ്യം ബേസ്ഡ് ഓൺ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ എന്താണ് ചോദിച്ചത്? x² + 5x + 6 എന്ന് പറയുന്നതിന്റെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനൊക്കെ ആയിട്ട് വരാം. x² + 5x + 6 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ എന്ത് കാണണടാ? അതിന്റെ എന്ത് കാണണം? ഘടകങ്ങൾ കാണണം, ഫാക്ടേഴ്സ് കാണണം. അപ്പോൾ ശ്രദ്ധിച്ചോ, എങ്ങനെയാ ചെയ്യാൻ ശ്രദ്ധിച്ചോ. ഇവിടെ x² + 5x + 6 അല്ലേ? നമ്മൾ a + b 5 ആക്കി എടുക്കുക, a b എന്താക്കി എടുക്കുക? 6 ആക്കി എടുക്കുക. a + b 5 ആണ്, a b 6 ആണ്. a + b 5ഉം a b 6ഉം ആണെങ്കിൽ a b 6 ആണെങ്കിൽ നോക്കോ എങ്ങനെ ചെയ്യാൻ നോക്കോ. ഇവിടെ നമ്മൾ ഇങ്ങനൊരു സാധനം കൊടുക്കുന്നു. a b 2 സംഖ്യ ഗുണിച്ചാൽ 6 കിട്ടണം, കൂട്ടിയാൽ 5 കിട്ടണം. ഗുണിച്ചാൽ 6 കൂട്ടിയാൽ 5 കിട്ടുന്ന സംഖ്യകൾ 2ഉം 3ഉം. രണ്ടും പോസിറ്റീവ്. അതിൻ്റെ മുന്നിൽ x ഇട്ടാൽ അതിൻ്റെ ഫാക്ടേഴ്സായി. എത്ര മാർക്കിന്? 1 മാർക്കിന് ചിലപ്പോൾ എങ്ങനെ വരാം ഓപ്ഷൻ തന്നുകൊണ്ടുവരാം. ഓക്കെ ആണല്ലോ? എത്ര ചോദ്യമായി? 1 2 3 4. അപ്പോൾ നമുക്ക് ഒരാൾ കൂടി ഉണ്ടല്ലോ. ആരാള്? ഓക്കെ, ഏത് ചാപ്റ്റർ? ഇൻ ദ ഫിഗർ. ഫിഗർ വരച്ചു കേട്ടോ മക്കളെ. ഫിഗർ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, ഒരു ഫിഗർ വരും. ഈ ഫിഗറിൻ്റെ അകത്ത് 2 കോഡ് ഉണ്ടാവും. 2 കോഡ്. ഫിഗറിൽ 2 കോഡ്. 2 കോഡിൻ്റെ അകത്ത് ഞാനിവിടെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ഇത് P, ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇങ്ങനെയാണ് PA, PC, PB ഇതൊക്കെ തന്നിട്ടുണ്ട്. PA എത്ര തന്നിട്ടുണ്ട്? PA 6 ആണ്, PB 4 ആണ്, PC 3 ആണ്, PD കാണണം. ഇത് വെച്ചുള്ള ഇക്വേഷൻ എന്തായാലും ഓർമ്മയുണ്ടോ? PA × PB = PC × PD. അപ്പോൾ PA 6, 6A × PB 4 = PC 3 ആണ്. PD കണ്ടുപിടിക്കണം. 6 4 24 = 3A × PD ആണ്. അങ്ങനെയാണെങ്കിൽ PD = 24/3 8 സെന്റിമീറ്റർ. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതും 3 മാർക്കിന് ചോദിക്കാം. ഇതും എത്ര മാർക്കിന് ചോദിക്കാം? 3 മാർക്കിന് ചോദിക്കാം. എത്ര മാർക്കിന് ചോദിക്കടാ? 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ഡേ 1ലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ? സിമ്പിളാണ്. ഇന്ന് 5 ചോദ്യത്തിൻ്റെ അകത്ത് 4 എണ്ണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, പഠിച്ചോളുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യും, ഇനി ഓരോ ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ വീഡിയോസും കയറി വരും. ഓക്കെ, എല്ലാ ചാപ്റ്റർ അങ്ങനെ 20 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 100 ചോദ്യം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ 2.0 ബാച്ച് RMSന്റെ ബാച്ച് എന്ത് ചെയ്യുക, റൈസ് വിത്ത് MS അതാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഓക്കെ, കാര്യയുടെ മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത 5 ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ചോദ്യമായിട്ട് എത്തും. ഓക്കെ, ക്ലിയർ. താങ്ക് യു.